ഇന്നിപ്പോൾ നിങ്ങൾക്ക് ശബരിമല വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമയം. ഇപ്പോൾ ശബരിമലയിലെ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്? കൃത്യമായി പറയാൻ സാധിക്കണം. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേഷൻ റോൾ ഉണ്ടായിരുന്നോ? ഭരണപരമായ ചുമതല തന്ത്രിക്കുണ്ടോ? ഇല്ല. തന്ത്രി ബോർഡിലെ അംഗമാണോ? അല്ല. തന്ത്രിയുടെ കാര്യമെന്ന് പറയുന്നത് ആചാര വിശ്വാസങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചുമതല. അതിൽ മാത്രം ചുമതലയുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ അയ്യപ്പനാണ് ഇരിക്കുന്ന വസ്തു നിങ്ങൾ മറക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കിത് എതിരാകും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം തന്ത്രിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാ കർമ്മം നടത്തുന്ന തന്ത്രിയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ തന്ത്രിയെ തൊട്ടാൽ വിശ്വാസികളുടെ മനസ്സ് നിങ്ങൾ മുൻകൂട്ടി കാണണമായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ച് തന്ത്രിയെ നിങ്ങൾ തൊട്ടാൽ ഉണ്ടാകുന്ന കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഏതൊരു വിശ്വാസിയെയും വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം തീർത്തും നിങ്ങളോട് ഞാൻ പറയുന്നു, തന്ത്രിയെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, തർക്കം ഞങ്ങൾക്കില്ല, ഞങ്ങൾ അതിന്റെ പുറകിലില്ല. പക്ഷേ ചില ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ കേരളത്തിലെ വിശ്വാസികൾ കണ്ണടച്ച് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ 2 മാസം കഴിഞ്ഞാൽ സമയം വരുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വൻ വിജയം നേടി ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. നേരത്തെ സംസാരിച്ച നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊരു കയ്യെത്തും ദൂരത്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. അതേതായാലും ഈ കോർപ്പറേഷൻ ഭരണം ഇപ്പം അവർക്ക് ഭൂരിപക്ഷമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര കാലം അത് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. 5 വർഷം ഈ കോർപ്പറേഷൻ CPM ഭരിക്കും എന്ന വിശ്വാസം എനിക്കില്ല. കാരണം അവർക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ കഴിഞ്ഞ 50 വർഷക്കാലം ഏകപക്ഷീയമായി എടുത്ത തീരുമാനം പോലെ ഇനിയൊരു തീരുമാനം എടുക്കാൻ ഈ ജന്മം CPM-ന് കഴിയില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF-ന് ഈ ഭരണം കിട്ടിയിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അധികാരം ജനങ്ങൾക്കും നാടിനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് വളരെ കൃത്യമായി ചെയ്താൽ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ 5 വർഷം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. 5 വർഷം കഴിഞ്ഞാൽ ജനം നമ്മളെ വീണ്ടും പ്രതിപക്ഷ തിരുത്തും എന്ന ഓർമ്മ കൂടി ഉണ്ടാകും. നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.